അങ്ങനെ മണിക്കൂറുകളുടെ നടത്തങ്ങൾക്ക് ശേഷം ഏകദേശം സർവജ്ഞപീഠം ആ കാണുന്നു. ഇനി അവിടേക്കാണ്. എന്തൊരു ഭംഗിയല്ലേ. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ ഏകദേശം നമുക്ക് പിറകിലായിട്ടുണ്ട്. ഇതെന്തൊരു ഭംഗിയാണ്. ആ ലൈറ്റ് സൂര്യൻ വന്ന് ഇടിക്കുമ്പോൾ ഈ ഷെയ്ഡിങ് അതിസുന്ദരമാണ്. അവിടെ കൂടി എത്തിച്ചേർന്നാലേ നമ്മൾ കൃത്യം 9 മണിയാകുമ്പോഴേക്കും തിരിച്ച് താഴെ എത്തണം. ഇവിടെ ആളുകളൊക്കെ നല്ല ഗംഭീരമായിട്ടിരുന്ന് അവർ വിശ്രമിക്കുകയാണ്. ഏകദേശം നമ്മളിതാ ആദിശങ്കരൻ തപസ്സിരുന്നു സർവജ്ഞപീഠത്തിന് അടുത്തേക്ക് കുടജാദ്രിയിൽ മംഗലാപുരത്ത് നിന്ന് ഏകദേശം ട്രെയിൻ വഴി 2.5 മണിക്കൂർ യാത്ര ചെയ്ത് മൂകാംബികയിലെത്തി. അവിടെ നിന്ന് ജീപ്പ് വഴി കുടജാദ്രിയിൽ ഒക്കെ നമ്മൾ ഇതിൻ്റെ പീക്ക് പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ ആളുകൾ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ട്. ഇവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഒരു മിഷൻ സക്സസ് ആയിരിക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ ഭംഗി ഇവിടെ നേരിട്ട് കാണുന്ന യെസ്